ബഹുമാനപ്പെട്ട കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംസ്ഥാന, ജില്ലാ, ഫോറം, താലൂക്ക് ഭാരവാഹികളെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അന്താരാഷ്ട്ര വെള്ളവടി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന വെർച്വൽ റാലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15, ഇന്റർനാഷണൽ വൈറ്റ് കെയിൻ ഡേ. ഈ ദിനവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലെല്ലാം വിവിധ പ്രദേശങ്ങളിൽ വെച്ച് വിവിധ പരിപാടികളോടുകൂടിയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഈ ദിനം ആചരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ചേർപ്പ് CNN സ്കൂളിൽ വെച്ചും അതിന് തൊട്ട് മുന്നത്തെ വർഷം പുത്തൂർ GVHSSൽ വെച്ചും ഈ ദിനം നാം ആചരിച്ചു. എന്നാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരു വെർച്വൽ റാലി ആയിട്ടാണ് ഈ ദിനം ആചരിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. KFB തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ വെർച്വൽ റാലി മുഴുവൻ അംഗങ്ങളും കണ്ട് ആസ്വദിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങുകൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി KFB തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ VM ഹനീഫയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ലോക വെള്ളവടി ദിനം, ഇന്റർനാഷണൽ വൈറ്റ് കെയിൻ ഡേ. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എല്ലാ വർഷവും സമുചിതമായി തന്നെ ഈ ദിനം ആചരിച്ചു വരാറുള്ളതാണ്. എന്നാൽ ഇന്നത്തെ പ്രത്യേക ലോക സാഹചര്യം കണക്കിലെടുത്ത് നാം ഒരു പുതിയ സാധ്യത തേടുകയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരു വൈറ്റ് കെയിൻ വെർച്വൽ റാലി നടത്തുകയാണ്. ഈ പരിപാടിയുമായി സഹകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായ കുമാരി ഇ ജയന്തി ചേച്ചിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റായ KJ വർഗീസ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയുടെ പ്രാധാന്യം നമുക്ക് വിവരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഫറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറുമായ ഡോക്ടർ C ഹബീബ് അവറുകളാണ്. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുമായി തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയില്ലാത്ത സഹോദരന്മാരെയും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ മുരളിയേട്ടനെയും മറ്റ് കമ്മിറ്റി ഭാരവാഹികളെയും താലൂക്ക് ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട സാങ്കേതിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദഗ്ധരെയും ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം സഹകരിക്കുന്ന നവമാധ്യമങ്ങളെയും മറ്റ് മാധ്യമപ്രവർത്തകരെയും മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി KFB തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കുമാരി EV ജയന്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വർഗീസ് ഏട്ടൻ, വൈസ് പ്രസിഡന്റും നമ്മുടെ നോമിനിയുമായ ഹബീബ് മാഷ്, സംഘടനാ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, വെർച്വൽ റാലിയിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ഡേ. കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏക സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. 1967 സെപ്റ്റംബർ 11 കുന്നംകുളത്തുള്ള അന്ധവിദ്യാലയത്തിൽ വെച്ചാണ് ഈ സംഘടന രൂപം കൊണ്ടത്. ഇന്ന് ഈ സംഘടനയ്ക്ക് 54 വർഷം പിന്നിട്ടു. ഈ വർഷക്കാലയളവിൽ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഘടനയുടെ പ്രവർത്തന മികവിന് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ഡേ ഒക്ടോബർ 15 എല്ലാ വർഷവും അതിഗംഭീരമായാണ് നമ്മൾ ആഘോഷിച്ചു വന്നിരുന്നത്. എന്നാൽ ഇത്തവണ അതിന് നമുക്ക് സാധിച്ചില്ല. കോവിഡ് അതിനെ അനുവദിച്ചില്ല. എങ്കിലും
ഒരു വെർച്വൽ റാലി സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഒക്ടോബർ 15 കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു ദിനം തന്നെയാണ്. കെയിൻ കാഴ്ചയില്ലാത്തവരുടെ ഒരു സഞ്ചാര സഹായിയാണ്. കെയിൻ ഉപയോഗിച്ച് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു സുഹൃത്തുള്ള പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. ഇനി കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വർഗീസ് ഏട്ടനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള KFB തൃശൂർ ജില്ലാ പ്രസിഡന്റ് കുമാരി ജയന്തി, സെക്രട്ടറി ശ്രീ മുരളി, മറ്റു ഭാരവാഹികളെ, താലൂക്ക് ഭാരവാഹികളെ, KFBയുടെ ജില്ലാ സഹോദരി സഹോദരങ്ങളെ, ഒക്ടോബർ 15 ഇന്റർനാഷണൽ വൈറ്റ് കെയിൻ ഡേ 1973 മുതൽ കേരളത്തിലെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ വൈറ്റ് കെയിൻ റാലിയും വിവിധ തരത്തിലുള്ള കലാപരിപാടികളും കാഴ്ച പരിമിതർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയും ഈ ദിനം ആചരിക്കുകയാണ്. വൈറ്റ് കെയിനുമായി കടന്നുവരുന്ന വ്യക്തി കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. വൈറ്റ് കെയിൻ കാഴ്ചയില്ലാത്തവന്റെ അടയാളമാണ്. വൈറ്റ് കെയിൻ കാഴ്ചയില്ലാത്തവനെ സഹായിക്കുന്ന ഉപകരണമാണ്. കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് വൈറ്റ് കെയിനായി കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കടന്നു വരുന്നവരെ സമൂഹം സപ്പോർട്ട് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ കാഴ്ചയില്ലാത്തവർക്ക് സമൂഹത്തിന് മുമ്പിൽ ഉന്നതങ്ങളിലെത്താൻ സാധിക്കുകയുള്ളൂ. 1964 അമേരിക്കയിലാണ് ഈ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്. അതിനുശേഷം 1970 ലോകരാജ്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. 1973 കേരളത്തിൽ ഇത് നടപ്പിലാക്കിയത്. കാഴ്ചയില്ലാത്തവർക്ക് സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ഒക്ടോബർ 15 ഇന്റർനാഷണൽ വൈറ്റ് കെയിൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉള്ള ഈ ഉപകരണം ഇന്ന് നിയമം മൂലം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാനുള്ള ശക്തി രൂപത്തിൽ നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലും ഈ സിംബല് കാഴ്ചയില്ലാത്തവന് വേണ്ടി ഉപയോഗിക്കണം. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ കെയിന് അത്രമാത്രം പ്രാധാന്യമുള്ളതായിട്ട് സമൂഹം തിരിച്ചറിയണം. അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ കാഴ്ചയില്ലാത്തവർക്ക് ഒരു പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ. കാഴ്ചയില്ലാത്തവരുടെ വിജയത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ഈ ദിനം വളരെ ഗുണകരമാകേണ്ടത് അനിവാര്യമാണ്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു വെർച്വൽ വൈറ്റ് കെയിൻ റാലി നടപ്പിലാക്കുന്നതിൽ എനിക്ക് KFBക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഔപചാരികമായി KFBയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. തൃശൂർ ജില്ലയിലെ മുഴുവൻ കാഴ്ചയില്ലാത്തവർക്കും എല്ലാവിധ KFBയുടെ മംഗളങ്ങളും നേരുന്നു. KFB എക്കാലം ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെള്ളവടി സന്ദേശം നൽകുന്നതിനായി KFBയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ C ഹബീബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, KFB തൃശൂർ നടത്തുന്ന ഈ വൈറ്റ് കെയിൻ ദിനാഘോഷ വേളയിൽ നിങ്ങളോടുകൂടെ ചേരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. 1973 മുതൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് വൈറ്റ് കെയിൻ ഡേ സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 1964 ഒക്ടോബർ 6 US കോൺഗ്രസ് അന്നത്തെ പ്രസിഡന്റിനോട് എല്ലാ വർഷവും ഒക്ടോബർ 15 ലോക വെളുത്തവടി ദിനമായി പ്രഖ്യാപിക്കുന്നതിന്, അമേരിക്കയിൽ വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ ആയി ആഘോഷിക്കുന്നതിനുള്ള പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെട്ടത് മുതലാണ് വൈറ്റ് കെയിൻ സേഫ്റ്റി ഡേ അഖില ലോക അടിസ്ഥാനത്തിൽ പ്രസക്തമാവുന്നത്. 1921 ജെയിംസ് വിക്സ് ആദ്യമായി ബ്രിസ്റ്റൽ സ്വദേശിയായ ജെയിംസ് വിക്സ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ വൈറ്റ് കെയിൻ 20കളിലും 30കളിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ വിവിധ നിയമ സാധ്യതകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും, പ്രത്യേകിച്ച് ലയൺസ് ഇന്റർനാഷണലും നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡും അമേരിക്കയും ഒക്കെ പ്രാമുഖ്യം നൽകിയ ചില ഇടപെടലുകൾ വഴി ഏറെ പ്രസക്തമായി തീരുകയും 1945 റിച്ചർഡ് ഹ്യൂവർ എന്ന ലോകമഹായുദ്ധാനന്തരം ആളുകളെ പുനരധിവസിപ്പിച്ചിരുന്ന ഒരു ഒഫ്താൽമോളജിസ്റ്റ്
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്ത് ഈ വെളുത്ത വടി എന്ന ഇന്ന് നാം ഉപയോഗിക്കുന്ന ആ ഉൽപ്പന്നത്തെ അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് വികസിപ്പിച്ചെടുത്തതുമാണ് ഇന്ന് നാം കാണുന്ന വൈറ്റ് കെയിനിന്റെ ഉപയോഗം സാധ്യമാക്കിയത്. തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാഴ്ചയില്ലാത്തവരുടെ ഒരു അന്താരാഷ്ട്ര ചിഹ്നമായി അവരുടെ സ്വതന്ത്രമായ സഞ്ചാരത്തെയും സുരക്ഷിതത്വത്തെയും ഉറപ്പുവരുത്തുന്ന ഒന്നായി വൈറ്റ് കെയിൻ മാറുകയാണ്. ഇന്ന് സാങ്കേതിക വിദ്യയുടെ സാഹചര്യത്തിൽ നമുക്കറിയാം ഒട്ടേറെ സാധ്യതകൾ കാഴ്ചയില്ലാത്തവർക്ക് സഞ്ചരിക്കാനായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ചെലവ് കുറഞ്ഞതും എവിടെയും പ്രയോഗിക്കാവുന്നതും ഏറ്റവും എളുപ്പത്തിലുള്ളതും കാഴ്ചയില്ലാത്തവരുടെ പരമാധികാരത്തെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ഒന്നുമാണ് വെളുത്ത വടി. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലായ്മ ഒരു വ്യക്തിയിൽ ഭിന്നമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ബെർത്തോൾഡ് ലോവൻഫീൽഡ് പറഞ്ഞതുപോലെ അനുഭവത്തിലും തോതിലും അനുഭവങ്ങളുടെ തോതിലും വൈവിധ്യത്തിലുമുള്ള കുറവ്, നിലനിൽക്കുന്ന അന്തരീക്ഷത്തിനുമേലുള്ള നിയന്ത്രണമില്ലായ്മ, അത് വ്യക്തിത്വത്തിൽ സൃഷ്ടിക്കുന്ന പരിമിതി, അതില് കൂടാതെ ചലനാത്മകമായ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള പരിമിതി, ഇവ മൂന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള പരിമിതിക്ക് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും ആരോഗ്യകരമായ പരിഹാരമാണ് വൈറ്റ് കെയിൻ. ഇവിടെയുള്ള പ്രശ്നം പലപ്പോഴും ഇങ്ങനെ ഒരു വൈറ്റ് കെയിന്റെ സാധ്യതയെക്കുറിച്ച് കാഴ്ചയില്ലാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമോ ബോധവാന്മാരല്ല എന്നുള്ളതാണ്. നമ്മളെ ആളുകൾ പലപ്പോഴും ഈ വടിയെ പ്രായമുള്ളവർ ഊന്നി നടക്കുന്ന വടിയോടാണ് താരതമ്യപ്പെടുത്താറുള്ളത്. മറിച്ച് ശാസ്ത്രീയമായ അർത്ഥത്തിൽ ഏത് പ്രതലത്തിലും എങ്ങനെയും സഞ്ചരിക്കുന്നതിന് കാഴ്ചയില്ലാത്തവർക്ക് കെൽപ്പ് നൽകുന്ന, അവരെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് വെളുത്ത വടി. അഖില ലോകാടിസ്ഥാനത്തിൽ തന്നെ പല രാജ്യങ്ങളും ഇന്ന് അവരുടെ ട്രാഫിക് നിയമങ്ങളിൽ ഇതുപയോഗിച്ചുകൊണ്ടുള്ള സഞ്ചാരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് സാങ്കേതിക വിദ്യ ഒട്ടേറെ സാധ്യതകൾ കാഴ്ചയില്ലാത്തവരുടെ സ്വതന്ത്രമായ സഞ്ചാരത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും വൈറ്റ് കെയിന് പകരം നിൽക്കാൻ അവയ്ക്ക് പറ്റുമോ എന്ന് പല അനുഭവ പരിചയ സമ്പന്നരായ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തി എത്ര ഉന്നതനായ വ്യക്തിയായി കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി മാറുകയാണെങ്കിലും സ്വയം സഞ്ചരിക്കാനുള്ള കഴിവില്ലെങ്കിൽ അയാളുടെ പരാശ്രയത്വം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് സഞ്ചരിക്കാനുള്ള കഴിവ് ഏറെ പ്രസക്തമാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഇത്തരം പരിപാടികളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും കാഴ്ചയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ മുൻപന്തിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയാണ് ശ്രമിക്കുന്നത്. ജില്ലാ സംസ്ഥാന തലത്തിലുള്ള ഒട്ടേറെ പരിപാടികൾ വഴി നാം ഇന്ന് ഈ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തൃശൂർ ജില്ലയുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ വൈറ്റ് കെയിൻ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. KFB തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വെർച്വൽ റാലിയിൽ സംസാരിച്ചവരോടും ഈ റാലിയുടെ ഭാഗമായവരോടും ഈ റാലി കണ്ട് ആസ്വദിച്ച് ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ പേരോടും ഞാൻ എൻ്റെ സ്വന്തം പേരിലും KFB തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ റാലി ബഹുജന സമക്ഷം അവതരിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ ബഹുജന പിന്തുണയും നേടിത്തന്നുകൊണ്ടിരിക്കുന്ന നവ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയെയും മറ്റ് മുഴുവൻ മാധ്യമങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നതിനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.